പിതൃക്കൾക്ക് ഭൂമിയിലേക്ക് വരാൻ അനുവാദമുള്ള കാലമാണ് കർക്കിടക മാസം. അതിലെ കർക്കിടക വാവ് എന്ന് പറയുന്നത് അവർക്കൊരു ദിനമാണ്. ആ ദിനത്തിൽ നമ്മൾ അവരെ ഓർക്കുന്നു, അവരെ ഊട്ടുന്നു, അവരുടെ മോക്ഷത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ഹിന്ദു വിഭാഗങ്ങളിൽ പെടുന്നവരെല്ലാം ഇന്ന് വളരെ ആചാരപരമായി ആത്മീയമായും ഇന്ന് ഈ ദിവസത്തെ വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നു എന്ന ഏറ്റവും പ്രാധാന്യം കൂടി ഈ ദിവസത്തിനുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എത്രത്തോളം തിരക്കാണല്ലേ, എത്രത്തോളം പേരാണ് നമ്മുടെ പൂർവികരെ, നമ്മുടെ മാതാപിതാക്കളെ, അതായത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരെ ഓർത്ത് ബലിയർപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ തിരുമുല്ലാവാരത്തേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ തിരുമുല്ലാവാരത്തിൽ നിന്നും നമ്മുടെ എം മനോജ് ചേരുകയാണ്. മനോജെ, തിരുമുല്ലാവാരം എനിക്ക് തോന്നുന്നു കേരളത്തിൽ കടലിൽ ബലിതർപ്പണം നടത്തുന്ന പ്രധാന തീരങ്ങളിലൊന്നാണ് തിരുമുല്ലാവാരം. കൊല്ലം ജില്ലയിലെ എല്ലാവരും, പത്തനംതിട്ടയിൽ അടക്കമുള്ളവർ അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് തിരുമുല്ലാവാരത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? തിരുമുല്ലാവാരത്ത് ബലി അർപ്പിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഈ പഴമക്കാർ പറയുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അശ്വതി, തിരുമുല്ലവാരത്തെ ബലിതർപ്പണ കേന്ദ്രം ഇപ്പോൾ സജീവമാണ്. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഒരുപാട് രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകുകയാണ്. ഈ കർക്കിടക വാവ് ബലിദിനത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് തിരുമുല്ലവാരത്തേക്ക് എത്തുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോരുത്തരും എത്തുമ്പോൾ അവരുടെ പിതൃക്കളുടെ മോക്ഷത്തിനായി ആ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രോച്ചാരണത്തോടുകൂടി അങ്ങനെ ബലിദ്രവ്യങ്ങളുമായി ബലിതർപ്പണ ചടങ്ങുകളിൽ ഏർപ്പെടുകയാണ്. അതോടൊപ്പം ഈ കടൽ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ബലിതർപ്പണം ഈ മന്ത്രോച്ചാരണത്തോടുകൂടി അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ, അതായത് ബലി അർപ്പിച്ച ശേഷം ഇവിടെ സ്നാനം ചെയ്ത് മടങ്ങുമ്പോൾ വളരെയധികം സംതൃപ്തിയോടെ മടങ്ങുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഇതല്ലായിരുന്നു ഇവിടുത്തെ ദൃശ്യങ്ങൾ. അത്രയധികം സംതൃപ്തി ഇവിടെയുള്ള ഭക്തർക്കുണ്ടായിരുന്നില്ല. ഇവിടേക്ക് എത്തിയ ഭക്തരൊക്കെ തന്നെ ബലി അർപ്പിക്കാനാവാതെ കണ്ണീരോടെ മടങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത്തരം ഒരു അനുഭവം ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ സംയുക്തമായി വിവിധ ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക സമിതികളും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം ദേവസ്വം ബോർഡിൻ്റെയും പന്തലുണ്ട്. എന്തായാലും വളരെ പൂർവമായിട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകളാണ്. അതായത് കടൽ തീരമാണ്, അതുകൊണ്ട് തന്നെ അതിനു വേണ്ട സുരക്ഷകളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധി ഭക്തരാണ് ഇവിടേക്ക് ഈ ബലി അർപ്പിക്കുവാൻ വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് പുലർച്ചെ മുതൽ കാണുന്ന തിരക്ക് തന്നെയാണ്. ഇനിയും ഒരുപാട് പേർ എത്താനുണ്ട്. എന്തായാലും കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്നായി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തരാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ബലിതർപ്പണ കേന്ദ്രം എന്ന് പറയുന്നത് ഈ തിരുമുല്ലവാരത്ത് നിത്യബലി അർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. അങ്ങനെ നിത്യബലി നടക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഇന്ന് കർക്കിടക വാവ് ബലി നടക്കുന്നത്. ഈ ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ നമുക്ക് എണ്ണാവുന്നതിലും അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ തിരക്കിനിടയിലൊക്കെ തന്നെ അവർ തങ്ങളുടെ പൂർവികരെ ഓർത്തുകൊണ്ട് ആ പിതൃതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകുമ്പോൾ നമുക്കറിയാം, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ നമ്മുടെ പിതൃക്കളുടെ നാൾ വരുന്ന ദിനത്തിലൊക്കെയാണ് ബലി അർപ്പിക്കുക. പക്ഷേ ഈ കർക്കിടക വാവ് ബലി ദിനത്തിൽ അത്തരത്തിലല്ല. എല്ലാ പിതൃക്കൾക്കും, അതായത് തങ്ങളുടെ പൂർവികരായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരൊറ്റ ദിവസം അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾ ചെയ്യുമ്പോൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പവിത്രം കയ്യിൽ ധരിച്ചുകൊണ്ട് ആ എള്ളും ആ ഉണക്കലരിയും അതോടൊപ്പം തന്നെ ജലവുമൊക്കെ പൂവുമൊക്കെ ആയി ആ പൂജാദ്രവ്യങ്ങളോടുകൂടി ബലിയർപ്പിക്കുമ്പോൾ അത്രയധികം പ്രാധാന്യം നമ്മൾ പിതൃക്കൾക്ക് ഈ ദിവസം നൽകുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വേരുകൾ തേടിയുള്ള ഒരു യാത്ര അത് തന്നെയാണ്. ഈ ദിവസം ഓരോ ക്ഷേത്രങ്ങളിലും പോയി, ഓരോ തീരങ്ങളിലും പോയി ബലിയർപ്പിക്കുമ്പോൾ ആ വേരുകളിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ്. അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഈ മണിക്കൂറുകൾ നമ്മൾ മാറ്റിവെക്കുകയാണ്. എന്തായാലും ആ പിതൃക്കളുടെ മോക്ഷത്തിനും പിതൃപുണ്യം തേടിയുള്ള ഈ യാത്രയുടെ ഭാഗമാകുകയാണ് ഓരോ ഹൈന്ദവരും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനമെന്ന് പറയുന്നത്, കർക്കിടക വാവ് ബലി ദിനം, ആരും അങ്ങനെ മറന്നിരിക്കില്ല. കാരണം അവർ തലേന്ന് തന്നെ വ്രതം നോറ്റുകൊണ്ട്
ഈ ഒരിക്കലുണ്ട്. അതായത് അരി ആഹാരം ഒരു നേരം മാത്രം കഴിക്കുന്ന ആ ഒരു ദിവസം. അങ്ങനെ ആ ഒരിക്കൽ നോറ്റുകൊണ്ട്, ആ വ്രതം നോറ്റുകൊണ്ട് ഭക്തിയോടെ തന്നെ ഓരോ ക്ഷേത്രത്തിലേക്കും എത്തി അവിടെ ആ ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമായി ബലി അർപ്പിച്ച ശേഷം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മടങ്ങുന്ന ഭക്തരാണ് ഓരോരുത്തരും. ഇത്തവണ തിരുമുല്ലവാരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വാഹനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. വാഹനങ്ങൾ മുളങ്കാടകം പ്രദേശത്ത് നിർത്തിയിട്ട ശേഷം കിലോമീറ്ററുകളോളം നടന്നാണ് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം അത്രയധികം തിരക്കാണ് ഈ വഴികളിലൊക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഹൈന്ദവ സംഘടനകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ അത്തരത്തിൽ സംഘടനകൾക്ക് ഇവിടെ ബലിതർപ്പണ കേന്ദ്രങ്ങൾക്കോ അല്ലെങ്കിൽ പന്തൽ കെട്ടാനോ ഒന്നും അനുമതി നൽകിയിരുന്നില്ല. കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡ് സ്വന്തം നിലയിലാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായി. ഇത്തവണ എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്ത്, അതോടൊപ്പം തന്നെ ഗുരുജി സാംസ്കാരിക സമിതി, ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റ് എന്നിവരുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ പന്തലുകളുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയും ഒരു പരാതിയും അങ്ങനെ പരിഭവങ്ങളൊന്നും ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനി വരുന്ന മണിക്കൂറുകളിൽ തിരക്ക് അധികമാകും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ കൂടുതലായി വേണം. പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് നിയന്ത്രിക്കുക, ഇവിടെ എത്തുന്ന ഭക്തർക്ക് സുരക്ഷയൊരുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ബലിയർപ്പിക്കാൻ വരുമ്പോൾ തിരക്ക് ഉണ്ടെങ്കിൽ പോലും അവർ സമയം ചിലവാക്കി ഈ സ്ഥലത്ത് ബലിതർപ്പണ കേന്ദ്രത്തിൽ ഒരുപാട് സമയം നിന്ന ശേഷമാണ് പോകുന്നത്. എന്തായാലും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർക്കിടക വാവ് ബലി ദിനമെന്ന് പറയുന്നത് ഇവിടെയുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതൃക്കൾക്കായിട്ട് മാറ്റിവെക്കുന്ന ദിവസമാണ്. ഈ ദിവസം ഈ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഭാഗമാക്കിക്കൊണ്ട് അവരിങ്ങനെ ഈ പൂജാദ്രവ്യങ്ങളോടുകൂടി ഈ കടൽ തീരത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരിങ്ങനെ കടൽ തീരത്തേക്ക് എത്തിയ ശേഷം ആ ഇലയിലുള്ള പൂജാദ്രവ്യങ്ങൾ കടലിൽ അതായത് ബലി അർപ്പിച്ച ശേഷം അവർ ആ സ്നാനം ചെയ്ത് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത കർക്കിടക വാവ് ബലിദിനത്തിൽ അവർ ഇങ്ങോട്ടേക്ക് എത്തും. കാരണം ഇത് അങ്ങനെ എല്ലാ ദിവസവുമല്ല, എല്ലാ വർഷവും അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയമെന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവരിങ്ങനെ ഇവിടേക്ക് എത്തുന്നു, ആ ഭക്തിയാദരപൂർവ്വം തന്നെ ബലിയർപ്പിച്ച് മടങ്ങുന്നു. അതൊരു സ്ഥിരം കാഴ്ചയാണ്. അതായത് ഈ തിരുമുല്ലവാരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിത്യബലി നമുക്ക് കാണാം. അതിന് അപ്പുറം ഈ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് വളരെയധികം ഒരുപാട് ഭക്തർ ഒത്തുചേർന്ന് ഈ ഒരു ബലിയർപ്പിക്കുന്ന ദൃശ്യമെന്ന് പറയുന്നത് അതെല്ലാ വർഷവും എല്ലാ കർക്കിടക വാവ് ബലിദിനത്തിലും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെ ഓരോ ദിവസവും ഈ തിരക്കുകൾ, അതായത് കഴിഞ്ഞ തവണ അതുപോലെ തന്നെയായിരിക്കും ഇത്തവണയും തിരക്കിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് പേർ ഈ ഹൈന്ദവ ആചാരപ്രകാരം ഈ ഒരു കർക്കിടക വാവ് ബലിദിനത്തിൻ്റെ ഭാഗമാകുന്നു. അവർ ഈ ബലി അർപ്പിക്കാനും വേണ്ടി എത്തുന്നു. എല്ലാവർക്കും പിതൃക്കളുണ്ട്, അതായത് അവരുടെ പൂർവികരുണ്ട്. അവരെ ഓർത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാൻ എത്തുന്നവരാണ്. അതിൽ പിതൃക്കളുടെ മോക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ ഹൈന്ദവാചാരപ്രകാരമൊക്കെ ചെയ്യുന്ന ബലി തർപ്പണ ചടങ്ങുകൾ അത് ഈ ഒരൊറ്റ ദിവസം എന്ന് പറയുന്നത് കർക്കിടക വാവ് ബലിദിനം. ഈ കർക്കിടക മാസത്തിലെ ഈ വാവ് ബലിദിനം എന്ന് പറയുന്നത് സ്വാഭാവികമായും പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള ദിവസം തന്നെയാണ്. അവരെ ഓർത്തെടുത്ത് അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ മോക്ഷപ്രാപ്തിക്കായി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അശ്വതി, ഇനി നമുക്ക് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് പോകാല്ലേ. ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. പരശുരാമനും ശ്രീരാമന്റെ അനുജനായ ശ്രീരാമന്റെ സഹോദരനായ ഭരതനുമെല്ലാം അവിടെ ബലി അർപ്പിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അത് എന്തായാലും അവിടെയും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിതൃപുണ്യം തേടി 10,000 തിരുനാവായിൽ എത്തുമ്പോൾ അവിടെ പ്രത്യേകം ക്രമീകരണങ്ങളുമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ശിവദാസിനോട് തന്നെ ചോദിക്കാം. ശിവദാസ് കർമ്മനം ചേരുന്നുണ്ട്. ശിവദാസ്, തീർച്ചയായും നല്ല തിരക്ക് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് അവിടെ എത്തുന്നവർക്ക് വേണ്ടി, ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ക്രമീകരണം?
തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിരുന്നു. തലേ ദിവസം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരുന്നു. പതിനായിരങ്ങളാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ബലിതർപ്പണത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഏകദേശം 1,00,000-ൽ കൂടുതൽ ആളുകൾ ഈ ഒരു ദിവസം കർക്കിടക വാവുബലി ദിവസം ബലിതർപ്പണത്തിനായി ഇവിടെ എത്തും എന്നാണ് കരുതുന്നത്. അതനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും തന്നെ ഇവിടെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. കാരണം വിവിധ ജില്ലകളിൽ നിന്നടക്കം തമിഴ്നാടിൽ നിന്നടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ബലിതർപ്പണത്തിനായി എത്തുന്നുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ബലിതർപ്പണത്തിന് ഏറെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ത്രിമൂർത്തി സംഗമസ്ഥാനം കൂടിയായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. ബ്രഹ്മാവും വിഷ്ണുവും നവാമുകുന്ദനുമൊക്കെ കുടികൊള്ളുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതും വളരെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉള്ളതും നിത്യേന ബലിതർപ്പണം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. നമുക്കറിയാം കേരളത്തിൽ തന്നെ അത്തരത്തിൽ അപൂർവം ബലിതർപ്പണം സ്ഥിരമായി നിത്യേന നടക്കുന്ന ക്ഷേത്രം വളരെ കുറവാണ്. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകളുടെയൊക്കെ ചിതാഭസ്മം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഭാരതപ്പുഴയിൽ ചിതാഭസ്മം ഒഴുക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി അടക്കമുള്ള ഇന്ദിരാഗാന്ധി അടക്കമുള്ള MT വാസുദേവൻ നായർ അടക്കമുള്ള അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളുടെയൊക്കെ ചിതാഭസ്മം ഒഴുക്കിയിട്ടുള്ളത് ഈ തിരുനാവായ ഭാരതപ്പുഴയിലാണ്. അത്രയ്ക്കും ബലിതർപ്പണത്തിനും പിതൃ പുണ്യത്തിനുമൊക്കെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ് തിരുനാവായ നവമുകുന്ദ ക്ഷേത്രം. ഇവിടെ ഇന്ന് പുലർച്ചെ 2 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 15 കർമ്മികളുടെ നേതൃത്വത്തിലാണ് തിരുനാവായ ഈ നവമുകുന്ദ ക്ഷേത്രത്തോട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കൽപ്പടവുകളിൽ ചടങ്ങുകൾ ആരംഭിച്ചത്. ഏകദേശം 11 മണി വരെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടാകും. ഇപ്പോഴും വലിയൊരു ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും നിരവധി ആളുകൾ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത്. സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ എല്ലാ സേവനവും ഇവിടെ ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ സേവാഭാരതിയുടെ സേവനമൊക്കെ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഒരു 150 ആൾക്കാരുണ്ട് സേവാഭാരതിയുടെ. ഞങ്ങൾ 1 മണിയാകുമ്പോൾ ഇവിടെ ബലി തുടങ്ങി. അപ്പം മുതലേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. മെഡിസിൻ എല്ലായിടത്തും ഓരോ സെക്ഷനിലായിട്ട് ഓരോരുത്തരാക്കി നിയമിച്ചിരിക്കുന്നു. അതാത് ചുമതലയിൽ ഓരോ ആൾക്കാരാണ്. അതായത് വരുന്നത് കടവില് ആൾക്കാര്, മറ്റേ മെഡിസിന്റെ അവിടെ, പിന്നെ കയറിനോർത്ത് ട്രാഫിക്കില്, അങ്ങനെ കഴിയുന്നവരെ ഭക്തൻ എപ്പോഴാണോ പോണു അതുവരെ നമ്മൾ ഡ്യൂട്ടിയിലുണ്ടാവും. സേവാഭാരതി ഇന്നലെ 1 മണി 8 മണിയാകുമ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. രാത്രി 8 മണിക്ക്. അതാണ് സേവാഭാരതി പൂർണ്ണമായും ഇവിടെ സേവന സന്നദ്ധരായി തന്നെ ഇവിടെ ഉണ്ട്. നിരവധി സേവാഭാരതി പ്രവർത്തകർ ഇവിടെ എല്ലാ കാര്യത്തിലുമുണ്ട്. അതോടൊപ്പം തന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഭാരതപ്പുഴ ഒഴുക്കുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ബാരിക്കേഡുകൾ, ഇരുമ്പ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ ഉണ്ട്. ഇത് സ്ഥിരമായി ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ്. കാരണം നിത്യേന ഇവിടെ ബലി തർപ്പണം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ബാരിക്കേഡ് സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ഈ കർക്കിടക വാവു ബലി ദിനത്തിൽ 10,000 ഇവിടേക്ക് എത്താറുണ്ട്. അത്തരത്തിൽ ആ 10,000 ഇപ്രാവശ്യവും അത്തരത്തിൽ നിരവധി ഭക്തരും വിശ്വാസികളുമാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കർക്കിടക മാസ ബലിതർപ്പണം എന്ന് പറയുന്നത് അത് ഒരു വൈകാരികമാണ്. പ്രത്യേകിച്ച് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബലിതർപ്പണം കൂടിയാണ്. ദക്ഷിണായനത്തിൽ ആദ്യത്തെ അമാവാസി ആണ് ഈ ഒരു ദിവസം. സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കുന്ന കാലമാണ് ഈ ദക്ഷിണായനം എന്ന് പറയുന്നത്. അതായത് പിതൃക്കളുടെ കാലമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ രാവുകളുടെ സമയം എന്നാണ് പറയുന്നത്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ബലി തർപ്പണം നടത്തുന്നത്, ബലിയിടുന്നത് വളരെ പുണ്യമായ ഒരു പ്രവൃത്തിയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസം ഇത്രയധികം ഒരു തിരക്ക്. നമുക്കറിയാം ബലി ഇടുന്ന ബലിതർപ്പണം നടത്തുന്ന എല്ലാ നവമുകുന്ദ ക്ഷേത്രത്തിലും നല്ല തിരക്കാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അശ്വതി, ഈ ഭാരതീയ സംസ്കാരത്തിലെ പിതൃസ്മരണയ്ക്കും പിതൃ ആരാധനയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അല്ലെ. ആ ഒരു പ്രാധാന്യം തന്നെയാണ് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം മുൻഗാമികളുടെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നതാണ് എന്നുള്ള മഹത്തായ സംസ്കാരം കൂടി നമ്മൾ. കാലം എത്ര മാറിയാലും ആധുനികത ഇനി എത്ര വളർന്നാലും വന്ന വഴി മറക്കാതിരിക്കാൻ, നമ്മുടെ വേരുകളെയും പൂർവികരെയും മറക്കാതിരിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്.